ലഹരി കടത്തിനൊപ്പം രാസലഹരി നിർമ്മാണത്തിനും വിദേശികൾ. ഡൽഹിയും ബംഗളൂരുവും കേന്ദ്രീകരിച്ചാണ് MDMA LLD നിർമ്മാണങ്ങൾ നടക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി IB. രാസലഹരി നിർമ്മാണത്തിന് പിന്നിൽ ആഫ്രിക്കക്കാർക്കൊപ്പം റഷ്യക്കാരുമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ടാർസാനിയ, നൈജീരിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതിയുവാക്കളാണ് രാസലഹരികൾ നിർമ്മിക്കാൻ രാജ്യത്തെ വൻ നഗരങ്ങളിൽ എത്തിയിട്ടുള്ളത്. രാസലഹരിയുടെ ഉൽപാദന പ്രക്രിയയായ കുക്കിങ്ങിൽ വിദഗ്ധരാണ് ആഫ്രിക്കക്കാർ. ഇതുകൊണ്ടാണ് ഇവിടെയുള്ള ലഹരി മാഫിയ സംഘങ്ങൾ ആഫ്രിക്കക്കാരെ കൊണ്ട് നിർമ്മാണം നടത്തിക്കുന്നത്. ചേരുവകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും ക്വാളിറ്റി വ്യത്യാസപ്പെടുകയും മയക്കുമരുന്ന് മാർക്കറ്റിൽ വില കുത്തനെയായി കുറയുകയും ചെയ്യും. രാസലഹരി നിർമ്മാണത്തിനായി എത്തിയവരിൽ ബിഫാം വിദ്യാർത്ഥികളടക്കമുണ്ട്. ടൂറിസ്റ്റ് വിസയിലും സ്റ്റുഡൻസ് വിസയിലും എത്തിയാണ് ലഹരി സംഘങ്ങളുടെ ഭാഗമാകുന്നത്. ലഹരി വിൽപ്പനയ്ക്കും നിർമ്മാണത്തിനും എത്തിയതിൽ റഷ്യക്കാരുമുണ്ട്. ഗോവ, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലാണ് റഷ്യൻ ലഹരി സംഘങ്ങളുള്ളത്. വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ തങ്ങുന്ന നിരവധി വിദേശികൾ ലഹരി ഇടപാടുകാരായും MDMA LSD നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലുമുണ്ട്. 30 കോടി രൂപയുടെ ലഹരി മരുന്ന് വിഴുങ്ങിയെത്തിയ ആഫ്രിക്കക്കാരായ സ്ത്രീയും പുരുഷനും കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായിരുന്നു. ജനം, കൊച്ചി.